പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാഴ്ത്തി ശശി തരൂർ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ചത് ശരിയായ നയമാണ്. ഒരേ സമയം റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമാണെന്നും ഡൽഹിയിൽ റെയ്സിന ഡയലോഗിൽ തരൂർ പറഞ്ഞു. ശരത് ലാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നു. ശരത് ലാൽ, തരൂർ അടുത്ത വെടി പൊട്ടിച്ചിരിക്കുകയാണ്. കുറച്ചു കാലം ഏതായാലും വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയതിന് ശേഷം ഉള്ള ചർച്ചകളിൽ അദ്ദേഹം ഒരു സമവായത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ വീണ്ടും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിന് വലിയ തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമില്ല അല്ലേ? അതുതന്നെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ ഫിക്കി സംഘടിപ്പിച്ച റെയ്സിന ഡയലോഗിലാണ് മുൻ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലുള്ള തൻ്റെ അഭിപ്രായം, വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട നിലയിലുള്ള തൻ്റെ അഭിപ്രായം അവിടെ തരൂർ പ്രകടിപ്പിച്ചത്. 2 വർഷം മുമ്പ് നടന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ താൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ താൻ കാര്യങ്ങൾ UN ചട്ടങ്ങൾ ലംഘിച്ചത് ഇന്ത്യ കണ്ണിൽ പിടിച്ചു, റഷ്യ UN ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് ഇന്ത്യ ശ്രദ്ധിച്ചില്ല എന്ന തരത്തിൽ കുറ്റപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇതൊക്കെ മാറ്റി ചിന്തിക്കുന്നതൊക്കെ മാറ്റി പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നലെ ശശി തരൂർ എത്തിയത്. താൻ ഇപ്പോൾ ഇന്ത്യയുടെ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യക്കും ഉക്രൈനും ഒരേപോലെ സ്വീകാര്യനായ നേതാവ് എന്നുകൂടി അദ്ദേഹം ആ ചർച്ചയിൽ പറഞ്ഞു വെച്ചു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വത്തെ ഒളിയമ്പെഴുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. മോഡിയെ പ്രകീർത്തിക്കുക മാത്രമല്ല, മോഡി നടത്തിയ നടപടികളെ ലോകരാജ്യങ്ങളും കൂടി പ്രകീർത്തിക്കുന്നു എന്നും അദ്ദേഹം അരമണിക്കൂറോളം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം എണ്ണമിട്ട് പറയുകയുണ്ടായി. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കോൺഗ്രസ് വലിയ വിഷമവൃത്തത്തിലാണ്. കാരണം യുദ്ധങ്ങളും ഇന്ത്യൻ വിദേശ നയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഈ കാഴ്ചപ്പാടിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ ശശി തരൂർ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. തൻ്റെ നിലപാട് വ്യക്തമാക്കി ഒരിക്കൽ കൂടി കോൺഗ്രസ് പാർട്ടിയെ വിഷമവൃത്തത്തിലാക്കിയിരിക്കുകയാണ് ശശി തരൂർ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.